എനിക്കൊക്കെ ബേബിയോ എവിടെ അങ്ങോട്ടൊന്നും പോ. നമ്മള് കാറ് മഴ പെയ്യാൻ തുടങ്ങി തോന്നുന്നു. നിനക്ക് ആക്ച്വലി സർപ്രൈസ് ആവും. രാവിലെ തന്നെ എന്റെ തലയിൽ വെളിച്ചെണ്ണ വെച്ച് ഗൈസ്. ഈ കുരിപ്പ് വൈ യു ഡൂയിങ് ദിസ് ടു മീ? നിനക്ക് കുളിക്കാൻ ഒറ്റ കുളിച്ചാ പോരെ, എന്നെന്തിനാ കുളിപ്പിക്കണേ? സത്യാവസ്ഥ ഞാൻ പറയണോ എന്തുകൊണ്ടെന്ന്? എനിവേ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗയ്സ് യു നോ വാട്ട് ഈസ് ദിസ്? ഇത് ആര് തിന്നതാണെന്നറിയോ? ഇന്നലെ എരുന്ത് വാങ്ങിയിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. കുഞ്ഞ് എരുന്തും ചോറും കഴിച്ചു. അതൊരു 4 കിലോ എരുന്ത് ഒറ്റടിക്ക് കഴിച്ചു. അരെ കുഞ്ഞോ കുരിപ്പ് മാറ്റാണ് ഗയ്സ്. എങ്ങോട്ടോ പോകാനുള്ള പരിപാടിയാണ്. നമുക്കത് മുടക്കണം. കുളിച്ച് റെഡിയായി ഗയ്സ്. അവളും കുളിച്ച് ഞാനും കുളിച്ച് ഫ്രഷ്. ഇനി താഴത്ത് പോയിട്ട് എരുന്തും ചോറും. നമ്മളെ കുട്ടിന്റെ വാട്ടർ ബോട്ടിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടിട്ടാണ്. ചോറു എടുത്ത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് ചിലപ്പോ കക്കാന്ന് വയ്ക്കാൻ പറയാം. അൽഫി എന്റെ നാട്ടിൽ എന്താ പറയാ? ഞങ്ങള് കക്കാന്ന് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ വൈറ്റ് കക്ക ചെള്ളോടുകൂടി നമ്മൾ കഴിക്കില്ല. ഇത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വാങ്ങിയ, തൃശ്ശൂർ ഭാഗത്തുനിന്ന് വാങ്ങിയ. എന്നിട്ട് ഓരോന്നിങ്ങനെ എടുക്കും, ഷെല്ലിനെടുക്കും. ഇന്നലെ ഡ്യൂഡിന്റെ ഫ്രണ്ട് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഫ്രണ്ട്സ് നൈറ്റ് ഔട്ട്. ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തില്ല? ഇവിടെ രാവിലെ പോയി ആള്. ഇനി ആള് ഇവിടെ തന്നെ ഉണ്ട്, കൊച്ചിയിൽ. നമ്മളെ വീട്ടിലാ? കൊച്ചിയിലുണ്ട്, കൊച്ചിയിലേക്ക് മാറി. ഗയ്സ് അപ്പൊ ഞാൻ വീണ്ടും മാറ്റി. കുഞ്ഞ് വരുന്നില്ല. ഞാനും അൽഫിയും കൂടിയും വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഒരു ട്രിപ്പാണ്. കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല. കൊണ്ടുപോയിട്ട് സങ്കടം ഉണ്ടെങ്കിൽ കപ്പിൾ തേർഡ് വീൽ നല്ലതായിട്ട് കാറിൽ സാധനങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടോ. ഓ മൈ ഗോഡ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ട്രിപ്പാട്ടോ ഗൈസ്. അപ്പൊ ഞങ്ങള് പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ ഇവള് കണ്ട ഞെട്ടും ഗൈസ്. നിനക്ക് ആക്ച്വലി സർപ്രൈസ് ആ മോളെ. ഇവള് ഞെട്ടും. ഞാൻ വേറെ ലുക്ക് ഉള്ള ഒരു കിണ്ണ കാഴ്ച വ്യൂ ഉള്ള ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഇതാക്കണ അങ്കമാലി ബ്ലോക്കാണ് ഇവിടെ ഒരാള് വയ്യാണ്ടായി ഗൈസ്. എനിക്ക് വയ്യാണ്ടായത് എന്തുകൊണ്ടാന്ന് വെച്ചാ ഇവന്റെ ഡ്രൈവിങ് ചില സമയത്ത് ഇവൻ എപ്പോഴും റാഷ് ഡ്രൈവ് ചെയ്യില്ല. ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി. എപ്പോഴെങ്കിലൊക്കെ എഞ്ചിനിലേക്ക് എന്തെങ്കിലും കൊടുക്കാം. എപ്പോഴും 60 പോകാൻ കഴിയോ ഗൈസ്? അപ്പൊ ഞാൻ എന്താക്കണ പെട്രോൾ അടിക്കാൻ കയറി. അവർ XP ആണ് അടിക്കുന്നത്. അപ്പൊ മൈലേജ് കൂടുന്നു പറഞ്ഞു. നമുക്ക് നോക്കാം. എനിക്ക് ഇതാക്കണ 2 കിലോമീറ്റർ ഓടില്ല. വറ്റിച്ചിട്ടോ. ഒറ്റ കട്ട പോലില്ല. കുറെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് മിനി കൂപ്പറിന്റെ മൈലേജ്. അപ്പൊ ഇത് ഫുൾ 0 ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പോ ഇതാക്കണ ഞാൻ 1000-നാണ് പെട്രോൾ അടിച്ചത്. അപ്പൊ 1000 രൂപക്ക് പെട്രോൾ അടിച്ച മിനി കൂപ്പർ എത്ര ഓടും നമുക്ക് നോക്കാം. നമുക്ക് ഇനി അപ്പം 1 മണിക്കൂർ യാത്ര ഉണ്ട്. ബേബിന്റെ പെട്രോൾ ഫുള്ളായോ? കുത്തിക്കേറ്റുണ്ടല്ലോ. അവിടെ എത്തുമ്പോത്തിന് ഏകദേശം ഫുള്ളാവോ? പെട്രോൾ അടിച്ചപ്പോ കാണിക്കണത് 129 കിലോമീറ്റർ ഓടുന്നാട്ടോ. ഇപ്പം 0.4 ലിറ്റർ ഓടി. ഇവിടെ കറന്റ് നല്ല ബ്ലോക്കാണ് ഗൈസ്. അപ്പം ഇന്ന് ബേബി എന്തായാലും സർപ്രൈസ് ആവാൻ റെഡി ആക്കി ബേബി. പിന്നെ സർപ്രൈസ് ആയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ. ശരിക്കും സർപ്രൈസ് ആയിക്കൊണ്ട് ഗൈസ്. അപ്പം നല്ല മൂടാട്ടോ ഡ്രൈവ് ചെയ്യാൻ. കാരണം നല്ലൊരു ക്ലൈമറ്റും അത് ഒറ്റ റോഡും ഗൈസ്. സിറ്റിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ തന്നെ റോഡ് അടിപൊളി ഗൈസ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ അവൾ എടുക്കുന്നുണ്ട്. അപ്പം ബേബി റെഡി ഫോർ ദ റൂം. റൂം ഓപ്പൺ ആയിക്കോ. ഞെട്ടും ഗൈസ്. കാരണം അമ്മ അത് റിവ്യൂ ഇടുന്നുണ്ട്. നല്ല ക്ലൈമറ്റും ഇല്ല ബേബി. ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങി തോന്നുന്നു. സാധാരണ അവിടെ ആണ് ഉണ്ടാവാറ്. ഇന്ന് നമ്മളില്ല വലിയ ലക്ഷറി റൂം അല്ല എടുത്തത്, മനസ്സിലായില്ല. പക്ഷെ ഭയങ്കര കോസി ആയിട്ടുള്ള റൂമാണ് എടുത്തത്. ഇത് അട്രാക്ഷൻ എവിടാന്ന് അറിയാമെങ്കിൽ എവിടാ? ഓപ്പൺ ദാറ്റ് ബ്രോ. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിന്റെ അട്രാക്ഷൻ കാണുന്നത്. ഓപ്പൺ കയറൂ. യെസ്. ഞാൻ സർപ്രൈസ് ആയി. ഫോൺ എടുക്കാൻ ഓടി അൽഫി. ഓടു ചാടു ഓടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാലോ. ഇട്ടോ. സോ നമ്മളെ വ്യൂ ഇതാണ് ഗൈസ്. ഓ മൈ ഗാഡ്, ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി. നമ്മളെ വ്യൂ കിട്ടും. പക്ഷെ ഇതുപോലെ റൂമിൽ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇതാക്കണം. മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത്. നമുക്ക് ഇതാക്കണം ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ച് ഇരിക്കാം.
ഓ നൈറ്റൊക്കെ വേറെ മൂടായിരിക്കും. സംഭവം എങ്ങനെയുണ്ട് പറ. അയ്യോ അടിപൊളി, നല്ല വ്യൂ. നിനക്ക് സർപ്രൈസ് ആയി പോയി. ആ ഞാൻ വന്നപ്പോ നല്ല ഫോഗി ആയിട്ട് ഞാൻ ഇവിടെ അങ്ങനെ പ്രതീക്ഷ. മൂന്നാറൊക്കെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാ, പക്ഷെ ഇവിടെ അത്ര ഫോഗി മഴ പെയ്ത്. ഇവരോട് നമ്മൾ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു ഇന്നാണ് റെയിൻ സ്റ്റാർട്ട് ചെയ്തത്. സോ വി ആർ ലക്കി. സാധാരണ ഏപ്രില് നമുക്ക് അങ്ങനെ മഴ ഈ വാട്ടർഫോളില് ഇവിടെ വാട്ടർ ഉണ്ടാവില്ല. ഇന്നലെ വരെ ഇല്ലായിരുന്നു. കാരണം അവര് പറഞ്ഞു 2 days ആയിട്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് ഫോർച്ചുനേറ്റ്ലി ഇന്ന് വെള്ളം ഉണ്ടാവും. കാരണം എന്താ, ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. സോ വെള്ളം ബൈ ദ ബൈ റൂമും കൊള്ളട്ടെ ഗൈസ്. നമ്മൾ കഴിയുകയാണെങ്കിൽ കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം. ഓവറോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് ആംബിയൻസ്, എവറിത്തിങ് വാസ് നൈസ്, ഗുഡ് ടു ഗോ. കാഷ്നട്ടും ലൈസും എത്തി. ഇത് ഇവിടെയുള്ള കാഷ്നട്ട് കേട്ടോ. പൊട്ടാറ്റോ ചിപ്സിന് ഒരു നല്ല ടേസ്റ്റിന് കേട്ടോ. ഇതിന്റെ ബ്രാൻഡ് ഏതാണ്? ബേബിന്റെ ചായ ഗൈസ്. You do this always. എല്ലാ ദിവസവും രാവിലെ രാത്രി ഇത്ര ചൂടുള്ള ചായ വേണ്ടായിരുന്നു. ഹൗസ് മൈ ചായ. ഞാൻ ഷുഗർ കുറച്ചിട്ടോളൂ. പെർഫെക്റ്റ്, കൊള്ളാം, രസമുണ്ട്. സെറ്റ്. നല്ല ഫോഗ് ഉണ്ട്. നോർമലി നമ്മുടെ ഈ അതിരപ്പള്ളിയില് നമുക്കധികം ഫോഗ് കിട്ടാറില്ല. ഞാൻ ഇതുവരെ വന്നിട്ട് ഫോഗ് കണ്ടില്ല. മഴ ഇടക്കിടക്ക് വരും, ഫോഗ് ഞങ്ങൾ കാണാറില്ല കേട്ടോ. ചിലപ്പോൾ നമ്മള് താഴെ നിന്നായിരിക്കും കാണുന്നോണ്ടായിരിക്കും. കൊള്ളാം എന്തായാലും. പൊട്ടാറ്റോ ചിപ്സ് തണുത്തതാ, പക്ഷെ രസം റെഡി. വേറൊരു എനിക്ക് നമ്മൾ സാധാരണ ബിങ്കോന്റെ ഇതിന് ടേസ്റ്റ് ഇല്ല. ഇത് ബിങ്കോ ഒന്നും അല്ലല്ലോ, ചുമ്മാ പൊട്ടാറ്റോ ചിപ്സ് അല്ലേ. വേറെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഈ കമ്പനി അറബിയൊക്കെ ഇമ്പോർട്ടർ ആണെന്ന് തോന്നുന്നു. ഇമ്പോർട്ടർ സാധനം തോന്നുന്നു. പെരിന്തൽമണ്ണ ഇതിന്റെ പേര് പറയാൻ ഫ്ലോർ ആട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെഡിക്കേറ്റഡ് റീലായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിലൊക്കെ എടുത്തിട്ട് കാണുന്നത് കുറച്ചുകൂടി ആ ഒരു ഇതിന്റെ ഭംഗി കിട്ടണത് നമ്മളെ വേറെ ലെൻസൊക്കെ എടുത്ത് കറക്റ്റ് ചെയ്യുമ്പോൾ ഭംഗി കിട്ടാം. ആ കുരുട്ട് ലോക്കാക്കി വാഷ്റൂം പോയി. പൊട്ടത്തി ഇവൾക്ക് വട്ടാണോ? എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. അവൾക്ക് മറന്നു വരാൻ തോന്നും. അത് ഓട്ടോമാറ്റിക്കലി ലോക്കാവും. അതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലോക്കാവും. പുറത്ത് നിൽക്കുന്ന ആൾ കുടുങ്ങിപ്പോകും ഗൈസ്. ഞാൻ അങ്ങനത്തെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റിൻ്റെ ഒക്കെ ഡോറ് അവർ ബാൽക്കണി ഇറങ്ങുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ലോക്കായി പോകും. ലോക്ക് ഓർക്കടി, തമാശ കളിക്കല്ലേ ബേബി. എൻ്റെ ഫോൺ അവിടെ അടി തുറക്കേ ഗൈസ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബേബി ഡ്രസ്സൊക്കെ ഇട്ട് വലിയ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റുകള് ഓണാക്കി ദൂരം ഇതിപ്പോൾ ഓഫാവും. ഇവിടെ എന്തൊക്കെ ഫുഡാണെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഇവിടുത്തെ ഡോറ് ഭയങ്കര ടൈറ്റാ. എവിടെ മിറർ കണ്ടാലും അവിടെ അവള് സെൽഫി എടുക്കും. എന്താ ബേബി ഇതിനകത്ത് സ്റ്റോറേജ് എന്താ? എൻ്റെ അത്ര സ്റ്റോറേജ് ഉള്ള എനിക്ക് ഇതാണ് കേട്ടോ ഇവിടുത്തെ റിസപ്ഷൻ. നമ്മൾ കാർ അവിടെയാണ് നിർത്തിയത്. എന്നിട്ട് എങ്ങനെ പോയിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത്. കൊള്ളാം, ഈ ഡെക്കറേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു ടേബിൾ നമ്മളെ വീട്ടിൽ വേണമല്ലോ ബേബി. എപ്പോൾ വേണേലും ഫുഡ് എടുത്ത് ഒരു 1-2 മണിക്കൂർ അതവിടെ നിൽക്കും. അത് കഴിഞ്ഞെല്ലാം പക്ഷെ അത്ര നേരം നിൽക്കല്ലോ. ഒന്ന് സെൽഫി വരാം നമുക്ക്. ഫുഡ് കഴിക്കാൻ വന്നാട്ടോ അമ്മ. ഓ എൻ്റെ മോനെ വിഷയം നല്ല കിടക്കാൻ ആംബിയൻസ് കിട്ടും. ഞാനിവിടെ ഈ ഗ്ലാസ്സെല്ലാം ശ്രദ്ധിച്ചില്ല കേട്ടോ. പൂള് നോക്കിയാൽ ലൈറ്റ് ഇട്ടിട്ട്. സോ നമുക്ക് പൂളിലൊന്ന് പോയി നോക്കാം. അവിടെ നല്ല ആംബിയൻസ് ഉണ്ട് തോന്നുന്നു. സ്വിമ്മിങ് പൂൾ ഓപ്പൺ ചെയ്ത് ഇവിടെ നല്ല പൂളിയില്ലേ. നല്ലൊരു ആംബിയൻസ് കൊള്ളാം. നൈറ്റ് ആയിട്ട് സൗണ്ടൊക്കെ കൂടി വൈബുണ്ട്. പൂളിൽ നിന്ന് താഴോട്ട് ഇവിടെ ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ. കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഒന്നുമേ കാണുന്നില്ല ഗൈസ്. നമ്മളെ റൂമാട്ടെ കണ്ടില്ലേ, അവിടെ രണ്ടൊരാളില്ല. ഇവിടാണ് നമ്മൾ. പൂളിൽ ആ ഒരു കപ്പിൾസ് ഉണ്ട് ഗൈസ് പൂളിൽ. അപ്പൊ ഇവൾക്ക് അവരെ കണ്ടിട്ട് ഭയങ്കര നാണം. അല്ല അവര് എൻജോയ് ചെയ്യും. എന്തിനാ നമ്മള് അവിടെ കിടന്ന് ഞങ്ങള് ചുമ്മാ അലമ്പ്. നമുക്ക് തവളച്ചാട്ടം ചാടാൻ അറിയില്ല രണ്ടാൾക്കും. അവിടെ ചുമ്മാ കിടന്ന അലമ്പ്. അവര് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അവർ അത്യാവശ്യം എല്ലാം നീണ്ടു നോക്കണം. അപ്പൊ നമ്മൾ അവൾക്ക് പൂളിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. അവരെപ്പോഴാണോ കയറുന്നത് അപ്പം മതി നമുക്ക്. കാരണം നമ്മളിപ്പോ ഈ അടുത്ത് എത്ര നമ്മള് ഫുൾ പൂളിലാണ്. പക്ഷെ ഇത് ഹീറ്റഡ് പൂളാണ്. ആൻഡ് ഓൾസോ വ്യൂ നഷ്ടപ്പെട്ടു. ഒരു ഈവനിങ് പീക്ക് സമയത്താണെങ്കിൽ വേറെ മൂട്. പക്ഷെ നമ്മൾ നാളെ രാവിലെ പോവുകയും ചെയ്യും ഗൈസ്. ആ കുരുട്ട് എന്നെ ആട്ടിങ്ങിട്ട് ഓടിപ്പോയി. ബേബിയോ ഇവിടുന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പറ്റിയ സ്ഥലാട്ടാ. എവിടെ നീ ഡി? അയ്യോ എൻ്റെ ബേബിനെ എടി അങ്ങോട്ടൊന്നും പോണ്ടട്ടാ. കാണുന്നില്ല ഗൈസ്. ലൈറ്റ് ഇട്ടോക്കട്ടെ. കുരുട്ടുന്നാല്. ബേബിയോ ഡോണ്ട് ഗോ.
ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി അങ്ങ് വേണം അറ്റം വരെ പോകും കുരുക്ക്. ഇവിടെ എന്താ സ്ഥലം? ഇതാണ് പൂള് കേട്ടോ. കൊള്ളാല്ലേ എൽഫി? ഒരു ഹീറ്റഡ് ആട്ടോ, ഇത് ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇറങ്ങാൻ കഴിയും. ഗൈസ് അപ്പോൾ ഫുഡിൻ്റെ ടൈമായി. സോ ഇതൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡീക്കോർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു നല്ല ലൈറ്റ് ക്യാൻഡിൽസും നിന്നല്ല ഞാൻ ക്യാൻഡിൽസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. സോ ചെമ്മീൻ, ഫിഷ്, ഇതും ഫിഷാണ്. ആൻഡ് ഇത് അല്ല എന്താ പറയുക, ഇത് കൂന്തൽ, ഫിഷ് മാംഗോ കറി, പ്രോൺസ് മാംഗോ കറി കേട്ടോ. ആൻഡ് റൈസ്. ഇതൊക്കെ വേറെ ടൈപ്പ് സാധനങ്ങളാണ്, എനിക്ക് എൻ്റെ ഒറിജിനൽ പേര് മറന്നുപോയി. ഓക്കെ, ഇത് എന്തോ ഫിഷ് കോക്കനട്ട് നമ്മളുടെ നിർവ്വാണൊക്കെ പോലെ മീനിന്റെ പേര് പറഞ്ഞു എല്ലാം കഴിച്ചു നോക്കാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പറയാം. ഗുഡ് മോർണിംഗ്. സോ ഇന്നലെ പിന്നെ ഞങ്ങൾ ഓവറായിട്ട് അങ്ങനെ ഷൂട്ടിനൊന്നും നിന്നില്ല. നല്ല ഫുഡ്, ഗുഡ് സ്ലീപ്പ് അല്ലേ ബേബി? എന്താ തിളങ്ങുന്ന ഇവിടെ കുറച്ച് കൂടിപ്പോയി തോന്നിട്ടോ മേക്കപ്പ്. സോ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോയതാണ്. ഇനിയിപ്പം ഒരു വെള്ളച്ചാട്ടം മിസ്സിങ് അല്ലേ? അതിനെ പറ്റൊന്നും പറയണ്ട, എന്തിനാ സർപ്രൈസ് ആയിരിക്കട്ടെ. സോ ബാക്കോട്ട് നോക്കൂ. ഇന്നലെ 3 വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, ഇന്നത് 2 കുറഞ്ഞ്. അവളെ കണ്ണ് ചോക്കുന്നത് ഊരിയേക്ക് എടി, വെള്ളമൊക്കെ വരുന്നേ കണ്ണ് കാണൂല. അത് ലൈറ്റ് ഒരുപാട് ലൈറ്റ് അടിച്ചിട്ടാ. താഴോട്ട് നമ്മൾ പോയി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇതൊക്കെ മസാല ദോശ ഓർഡർ ചെയ്ത് സാമ്പാറും ചട്നിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവൾ ഓംപ്ലേറ്റ് ഓർഡർ ചെയ്ത് കഴിക്കുന്നു. ഈ സാധനം ഇത് ആക്ച്വലി ഗുഡ് ചീസ്. പക്ഷെ അത് കാണുന്ന പോലെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് മൈ വൺ ആൻഡ് ഓൺലി ടീ. ലെറ്റ്സ് ഗെറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടോ. അപ്പം ഇന്നലെ വന്ന സ്ഥലത്ത് നമ്മൾ വന്നതാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ നൈറ്റ് ആയിരുന്നല്ലോ. ഇതാണത് രാവിലത്തെ അവസ്ഥ. കണ്ട നല്ല ഭയങ്കര കോസി ആയിട്ട് ഇന്നലെ മുതൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാണ്ട് ഒരാൾ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഞാൻ മെമ്മറി കാർഡ് മറന്നപ്പം കൂടെ പോകുന്നതാണ്. എന്ത് ഭംഗിയ ബേബി കാണാനേ. ഇങ്ങനൊരു സാധനം എടുത്തുതരാം ഗൈസ്. അപ്പം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇവിടെ ഇതാക്കണ മാറ്റുന്നുണ്ട്. ഒരൊറ്റ ചെറിയൊരു റീലും കൂടി എടുക്കാനുള്ളൊരു റീലല്ല, കുറച്ച് ഷോർട്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വേറെ കോസ്റ്റ്യൂം ഉണ്ട്. ഇതൊക്കെ വരും, വീഡിയോ വരും ഗൈസ്. കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ് ആൻഡ് ടേക്ക് കെയർ. ലവ് യു. ബൈ.